ഇന്ന് ജനുവരി 3 ചിങ്കുമോന്റെ സോപ്പ് പോയ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ബക്കറ്റ് വെള്ളം എടുത്ത് വെച്ച് ഞാൻ നേരെ ചിങ്കുമോന്റെ അടുത്തേക്ക് വന്നു. ബൈ ദ ബൈ, ഇതാണ് നമ്മുടെ ചിങ്കുമോൻ. 2026 ചിങ്കുവിന്റെ ആദ്യത്തെ കുളി പാസ്സാക്കാൻ വേണ്ടി ഞാൻ വെള്ളം റെഡിയാക്കി വെച്ചു. സോപ്പ് അന്വേഷിക്കാൻ വേണ്ടി വന്നപ്പോ സോപ്പ് കാണാനില്ല. ഇവിടെയായിരുന്നു ഞാൻ വെച്ചത്. പക്ഷെ ഇത്രയും വിജൃംഭിച്ച് കിടക്കണ ഈ പറമ്പിൽ നിന്ന് ആര് വന്ന് മോഷ്ടിച്ചു എന്നൊരു ചോദ്യം എന്റെ മനസ്സിൽ വന്നു. ഞാൻ നേരെ വാതിൽ തുറന്ന് എന്റെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷന്റെ തുമ്പായി പെട്ടെന്ന് ഞാൻ പൊക്കത്തേക്ക് നോക്കിയപ്പോ സസ്പീഷ്യസ് ആയിട്ടൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഇനി കാക്ക വല്ലതും എടുത്തുകൊണ്ട് പോയോ എന്നൊരു സംഭവം എന്റെ മനസ്സിൽ വന്നു. ഞാൻ നേരെ അമ്മയടുത്ത് പോയി കാര്യം പറഞ്ഞു. എന്റെ സംശയം വെറും ഒരു സംശയമാണോ എന്ന് തീർക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി ക്യാമറ ചെക്ക് ചെയ്തു. 12:01 ചിങ്കുനെ കുളിപ്പിക്കാൻ വേണ്ടി ഇറക്കാൻ വേണ്ടി പോയപ്പോ ഒരു പൂച്ച അവിടെ നിൽപ്പുണ്ടായിരുന്നു. പൂച്ചേനെ ഓടിച്ചുവിടാൻ പോണ വഴി ഞാൻ ചെറുതായിട്ട് സോപ്പ് മതിലമേൽ വെച്ചുപോയി. പൂച്ചേനെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ചിങ്കുനെ പുറത്തേക്ക് ഇറക്കണേ മുമ്പ് കുളിപ്പിക്കാൻ വെള്ളം വേണം. ഞാൻ ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോണ വഴി ഒരു കാക്ക അവിടെ വന്ന് പറന്നിരുന്നു. ഭക്ഷണ സാധനം എന്ന് കരുതി കാക്ക കുറച്ചു നേരം കൊത്തി കൊത്തി അതുകൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. പറന്നുപോയ സോപ്പ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന കാര്യം ചിങ്കുനെ പറഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങൾ അങ്ങനെ വേറെ സോപ്പ് വാങ്ങിച്ച് കുളി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.